ഇന്ത്യയുടെ വിദേശ വ്യാപാര കമ്മി വളരെ ഉയർന്ന തോതിൽ നിൽക്കാനുള്ള പ്രധാന രണ്ട് കാരണങ്ങൾ ക്രൂഡ് ഓയിലിന്റെയും സ്വർണത്തിന്റെയും ഇറക്കുമതിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗമുള്ള രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ ആവശ്യമായതിന്റെ 85% ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വർണത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. 2024 മാത്രം ഇന്ത്യ 712.1 ടൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അളവിൽ 2023 744 ടണ്ണുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ആകെ മൂല്യത്തിൽ 21% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 712.1 ടണ്ണിന് $52 ബില്യൺ ഇതിനായി ചിലവഴിച്ചിട്ടുണ്ട്. സ്വർണ്ണവിലയിലെ വർധനമാണ് മൂല്യത്തിലെ ഈ വർധനവിന് കാരണം. പുതിയ സ്വർണ്ണ ഖനികളൊന്നും പ്രവർത്തനക്ഷമം ആകാത്തതിനാൽ വരും വർഷങ്ങളിലും ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയുടെ അളവ് ഉയർന്നു തന്നെ നിൽക്കും. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ സ്വർണ്ണ ഖനന പര്യവേക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരിടത്തു നിന്നും ഉൽപ്പാദനം തുടങ്ങിയിട്ടില്ല. നിലവിൽ രാജ്യത്ത് കർണാടകയിലെ ഹട്ടി ഖനിയിൽ നിന്ന് മാത്രമാണ് സ്വർണ്ണ ഉൽപ്പാദനം നടക്കുന്നത്. പുതിയ സ്വർണ്ണ ഖനികൾക്കുള്ള അന്വേഷണം രാജ്യത്ത് എമ്പാടും തകൃതിയായി നടക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വിവിധ നദികളിലും സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വയനാടൻ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലിയാർ ഇതിനുദാഹരണമാണ്. അത്തരത്തിൽ ലോക പ്രശസ്തി ആർജിച്ച ഇന്ത്യയിലെ ഒരു നദിയാണ് സുവർണരേഖാ നദി അഥവാ സ്വർണ്ണരേഖാ നദി. സുവർണരേഖ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വർണം ഒഴുകുന്ന ഈ നദി ജാർഖണ്ഡിലെ റാഞ്ചി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നതാണ്. ഏകദേശം 474 കിലോമീറ്റർ നീളമുള്ള സുവർണരേഖ പുരാതന കാലം മുതൽ സ്വർണത്തിന്റെ സാന്നിധ്യത്തിന് പേര് കേട്ടതാണ്. തീരങ്ങളിലും നദീതടങ്ങളിലും സ്വർണ്ണക്കണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് നദിക്ക് സുവർണരേഖ എന്ന പേര് ലഭിക്കുന്നത്. പുരാതന കാലം മുതൽ തന്നെ സുവർണരേഖയുടെ തീരങ്ങളിൽ നിന്ന് ആളുകൾ ചെറിയ തോതിൽ സ്വർണം ശേഖരിച്ചിരുന്നു. നദിയിലെ മണലിൽ നിന്ന് പൊടിസ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്ലേസർ മൈനിങ് രീതി ഇന്നും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആധുനിക രീതിയിൽ സ്വർണം ഖനനം ചെയ്യാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടന്നിരുന്നുവെങ്കിലും ഇവിടുത്തെ സ്വർണ്ണ നിക്ഷേപങ്ങൾ വ്യാവസായിക ഖനനത്തിന് അനുയോജ്യമല്ല എന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. സ്വർണത്തിന്റെ സാന്ദ്രത താരതമ്യേന കുറവാണ് എന്നതാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഖനനത്തിന് തടസ്സമാകുന്നത്. പക്ഷെ ഇപ്പോഴും നദീതടങ്ങളിൽ നിന്ന് പരമ്പരാഗത രീതിയിൽ സ്വർണം വേർതിരിച്ചെടുക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നദിയിൽ നിന്ന് മണൽ ഖനനത്തിന് ഉൾപ്പെടെ വിലക്കുണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ ഇവിടെ സ്വർണം തിരഞ്ഞെത്താറുണ്ട്. സ്വർണ്ണത്തരികൾ കിട്ടിയെന്ന് അവകാശപ്പെട്ട് പലരും രംഗത്ത് വന്നിട്ടുമുണ്ട്. നദിയിൽ നിന്നും കിട്ടുന്ന മണലിൽ നിന്നും സ്വർണം വേർതിരിക്കുന്നത് ഇവിടുത്തെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മുഖ്യ തൊഴിലുകളിൽ ഒന്നുമാണ്. ദിവസം മുഴുവൻ പണിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് ശരാശരി 20 മുതൽ 60 വരെ സ്വർണ്ണത്തരികൾ ഒരു മാസം ലഭിച്ചേക്കാമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. മൺസൂൺ സീസൺ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഇവിടെ തിരച്ചിൽ നടക്കാറുണ്ട്. സുവർണരേഖാ നദിയിലെ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. ചില വിദഗ്ധർ വാദിക്കുന്നത് സുവർണരേഖയുടെ പോഷക നദിയായ കർക്കരി നദിയിൽ നിന്നാണ് ഈ സ്വർണം പ്രധാനമായും എത്തിയതെന്നാണ്. കാരണം കർക്കരി നദിയിലെ മണലിൽ മുൻപ് സ്വർണത്തിന്റെ അംശങ്ങൾ കണ്ടെത്തിയിരുന്നു. സുവർണരേഖാ നദി ഏകദേശം 474 കിലോമീറ്റർ നീളമുള്ളതാണ്. അതേസമയം പോഷക നദിയായ കർക്കരിക്ക് 37 കിലോമീറ്റർ നീളമാണുള്ളത്. ലോകത്ത് സ്വർണത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ അതിൽ ആദ്യത്തേത് ഇന്ത്യയാണ്. എന്നാൽ ഈ ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. നമ്മുടെ ആവശ്യത്തിന്റെ വലിയ ശതമാനം സ്വർണം സ്വിറ്റ്സർലാൻഡ്, UAE, സൗത്ത് ആഫ്രിക്ക അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ സ്വർണം ഉൽപ്പാദിപ്പിച്ച് ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് രാജ്യത്തിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ഒഡീഷയിലെ സംസ്ഥാനത്തും ഒന്നിലധികം ജില്ലകളിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന വാർത്തകൾ വരുന്നത്. ഒഡീഷയിലെ സുന്ദർഗഡ്, നബരുംഗ്പൂർ, ദിയോഗട്ട്, ബൗന്ത്, മൽക്കാൻഗിരി, സാമ്പൻപൂർ ജില്ലകളിലാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഖനനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുമുണ്ട്. മാത്രമല്ല മാരേദിഹി, സുലേപത്, ബദാംബഹദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്വർണത്തിനായുള്ള പര്യവേക്ഷണം നടക്കുന്നുണ്ട്. അതേസമയം ഈ പ്രദേശത്ത് ചെമ്പ് പര്യവേഷണം ചെയ്യുന്നതിനായുള്ള ശ്രമങ്ങളും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. GSI, ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ കൂടാതെ സംസ്ഥാന സർക്കാരും ചേർന്നാണ് ഇപ്പോൾ ഖനന നടപടികളുടെ നേതൃത്വം വഹിക്കുന്നത്. മറ്റൊരു കാര്യം, ദിയോഘണ്ഡ് ജില്ലയിൽ ആദ്യത്തെ സ്വർണ്ണ ഖനന ബ്ലോക്ക് ലേലം ചെയ്യാനുള്ള നടപടികളും ഒഡീഷ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. സംസ്ഥാനത്തിന്റെ ഖനന മേഖലയിലെ തന്നെ നിർണായക ചുവടുവയ്പായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഒഡീഷയിലെ ഖനന മേഖലയ്ക്ക് കരുത്തേകുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സ്വർണ്ണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.
ഉൽപ്പാദനം കൂട്ടിയാൽ UAE പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും. നിലവിൽ കർണാടകയിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്.